നമസ്കാരം, ഞാൻ പരമേശ്വർ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഡിസംബർ മാസത്തിലെ അശ്വതി ഭരണി കാർത്തിക കാല മേടക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ വിശ്വസിക്കുന്നവർക്കും ബഹുമാനിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ മേടക്കൂറുകാർക്ക് 15-ാം തീയതി വരെ സൂര്യൻ 8-ലാണ്. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല മേടക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് 15-ാം തീയതി വരെ സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 15-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോൾ ഭാഗ്യസ്ഥാനവും കൂടിയാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നു. അതേപോലെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം വന്നു ചേരുക. അപമാനം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. നമുക്ക് ധനപരമായിട്ട് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാവാം, പലവിധ കുറവുകൾ ഉണ്ടാവാം. എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ഒരു അഭിമാനം ഉണ്ട്, അല്ലേ? ആ അഭിമാനത്തിന് പകരം അപമാനം വന്നു ചേരുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സൂര്യനെ കൊണ്ട് ഈ മോശഫലങ്ങളെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ മാസത്തെ പോലെ തന്നെ ചൊവ്വയ്ക്ക് ഈ മാസവും മാറ്റമില്ല. 4-ൽ തന്നെയാണ് ചൊവ്വ. 4-ൽ ചൊവ്വ നിന്നു കഴിഞ്ഞാൽ നല്ല ഫലമല്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങളുണ്ട്. വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരുക. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും നല്ല ഫലമല്ലല്ലോ നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക. അതേപോലെ തന്നെ ഉദരവ്യാധി ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ 4-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും മേടക്കൂറുകാർക്ക് 8-ലാണ് ബുധൻ നിൽക്കുന്നത്. വ്യാഴം 2-ലാണ്. ബുധനെ കൊണ്ടും വ്യാഴത്തെ കൊണ്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കാര്യവിജയം വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് അനുഭവവേദിയായിട്ട് വരിക. ഏത് കാര്യങ്ങൾക്കും നമുക്ക് നിപുണത വന്നു ചേരുക, സാമർഥ്യം വന്നു ചേരുക. കുടുംബസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിലോ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് കുടുംബപരമായിട്ടും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഒരു പടി കൂടുതൽ നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക. നല്ല വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ആ ഇൻ്റർവ്യൂവിൽ വിജയിക്കുക. അപ്പോൾ നല്ല ഫലത്തെയാണ് ബുധനെ കൊണ്ട് 8-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ഈശ്വരാധീനമുള്ള കാലയളവിനെ സൂചിപ്പിക്കുന്നു. ഈശ്വരാധീനമാണല്ലോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഈശ്വരാധീനം വന്നു ചേർന്ന് കഴിഞ്ഞാലോ, അതായത് 2-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെയാണ് വ്യാഴം 2-ൽ നിൽക്കുമ്പോൾ സൂചിപ്പിക്കുന്നത്. 10-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് അത്ര നല്ല ഫലമല്ല. 10-ാം ഭാവം എന്ന് പറയുന്നത് തന്നെ കർമ്മസ്ഥാനമാണ്. നമ്മളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 10-ാം ഭാവത്തിൽ ശുക്രൻ നിന്നു കഴിഞ്ഞാൽ കലഹം വന്നു ചേരുക, അപമാനം ഉണ്ടാവുക. അതത്ര നല്ല ഫലമല്ലല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമുക്ക് വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന ഫലം ഇവിടെയും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അപമാനം വന്നു ചേരുന്നതായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോറ്റാനിക്കര ഭഗവതിയെയാണ് ആരാധിക്കേണ്ടത്. എന്തായാലും നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ശ്രീ ചോറ്റാനിക്കര ഭഗവതിയെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നമുക്ക് അറിയാവുന്നതായിട്ടുള്ള ചോറ്റാനിക്കര ഭഗവതിയുടെ കീർത്തനങ്ങൾ ചൊല്ലുക, സ്തോത്രങ്ങൾ ജപിക്കുക. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ.
സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. ഇതേപോലെയുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഈ 10ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കരയിൽ വന്ന് തൊടാനൊന്നും സാധിച്ചൊന്നും വരില്ല. പക്ഷേ നമുക്ക് കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ മനസ്സിരുത്തി വിചാരിക്കാമല്ലോ. അത് വിദേശത്തായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ, എവിടെ ഇരുന്നാലും ചോറ്റാനിക്കര ഭഗവതിയെ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സമില്ലല്ലോ. 11ലാണ് ശനി. 11ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് മേടക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. പാപഗ്രഹങ്ങളായിക്കോട്ടെ ശുഭഗ്രഹങ്ങളായിക്കോട്ടെ, ഏത് ഗ്രഹം 11ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 11ൽ ശനി നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, നമ്മളുടെ പ്രതാപത്തിന് ആധിക്യം ഉണ്ടാവുക, ആയുസ്, ഓജസ്, തേജസ് ഇതൊക്കെ വർദ്ധിക്കുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ലൗകിക സുഖങ്ങൾ അനുഭവിക്കുക. വളരെ നല്ല ഫലത്തെയാണ് 11ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തായാലും മേടക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.